ഇനിയിപ്പോ ചെറിയ പിള്ളേരെ കൊണ്ടുവന്നാലേ പിള്ളേർക്ക് തന്നെ കുഞ്ഞു സൈക്കിളുകളും ഉണ്ട്, അതിന് ട്രാക്കും ഉണ്ട്. അപ്പൊ അങ്ങനെ സ്റ്റാർട്ടിങ് പോയിന്റും ഫിനിഷിംഗ് പോയിന്റ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ പിള്ളേർക്കായാലും കൊണ്ടുവന്നു കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് മൃഗങ്ങളൊക്കെ കണ്ടു കിടക്കുമ്പോ അവർക്ക് ഇപ്പൊ ബോറടിച്ചാൽ തന്നെ അവർക്ക് കളിക്കാനായിട്ട് ഇഷ്ടംപോലെ സംഭവങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് സൈക്കിളും ഉണ്ട് അല്ലെ? ആ, വിത്ത് സൈക്കിൾ. അപ്പൊ പിന്നെ അവർക്ക് കളിക്കാനായിട്ട് എളുപ്പമാ. പാവട്ടി നിക്കണത് നോക്കി വലിയൊരു ബോട്ടിനകത്ത് ആ ബോട്ട് ഓടിച്ചിട്ട് പോണ പോലെ നിൽക്കണം. അതിനകത്ത് നമുക്ക് മീൻ പിടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ. ഇനിയിപ്പോ നമ്മള് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോ ഇവിടെയാണ് കൂടുതൽ ആനിമൽസ് ഉണ്ടെന്ന് പറയണേ. അവിടെ തന്നെ ഒരു ലുക്ക് ഔട്ടിന്റെ സ്ഥലം ഉണ്ട്. അപ്പം നമുക്ക് ഈ വഴി പോയി നോക്കി നോക്കാം കേട്ടോ. ഇവിടെ മറ്റേ സാധനം ഉണ്ട് നോക്കിയാൽ മറ്റേ സാധനം അറിയോ? ഏതാ? ബുൾസിനെ പിടിക്കുന്നത്. ബുൾസ് ആണോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ മുന്നേ. എല്ലാത്തിന്റെ ഒരു നമ്മുടെ നാട്ടില് പറയണ പോലെ ഒരു പ്രതിമ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം ഉണ്ടാക്കിണ്ട്. ആ നാട്ടിലെ മ്യൂസിക് തുടങ്ങണേ. 3, 2, 1 സ്റ്റാർട്ട്. കം ഓൺ. ബാക്കി എല്ലാം എൻജോയ് ചെയ്യാണ്. തിരിക്കുക, എല്ലാം കുത്തി മറിക്കുക, എല്ലാ സാധനങ്ങളും അവൻ ചെയ്യണ്ട്. ഇത് നമുക്ക് ഈ സൈഡിൽ കൂടെ പോയി നോക്കിയാലോ? പൊന്നിച്ചത് ബോട്ട് നിർത്തുന്നതേ വലറിയാൻ പോവാൻ. കം ഓൺ. എടാ ഇവിടെയാ ഞാൻ മറ്റേ സാധനം, തുപ്പണ സാധനം. അതെ, അത് തുപ്പൂട്ടമേത്തേക്ക് നമ്മളടുത്തേക്ക് കൊറേ ഇതാക്കിണ്ടെങ്കിൽ തുപ്പും. അയ്യോ, ഇനി നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് പോകണ്ട. അവിടെ നോക്കി കുതിരകളും കുഞ്ഞു കുഞ്ഞു ആടുകളും നോക്കി. എവിടെയാ? ദേ ആ സൈഡിൽ നോക്കി. നല്ല രസമുണ്ടല്ലേ? ഇത് പൈസ കൊടുത്താലും ഉണ്ട് അല്ലേ? ഒടിവായോ? ഫുഡ് തരാം, ഒടിവാ. പിഗ്സ് ആൻഡ് ഷീപ്പ് ഓൾ ഫുഡ് കൊടുക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ മറ്റേ സാധനത്തിന് വരുന്ന ലാമ. ഓടിവാ, നീ വിളിക്കുമ്പോ വരുന്നുണ്ട്. പയ്യെ 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 ഓടി വരുന്നുണ്ട്. ഓടിവായോ, ഓടിവാ, ഫുഡ് തരാം, വാ. തുപ്പരുതട്ടാ. എന്റെ അടുത്ത് എന്തിനാ വരുന്നത്? പേടി. എടാ ഈ സാധനം ഉണ്ടാ, അവരിങ്ങോട്ട് വരില്ല. തിന്നോ. മതി, അത്ര കൊടുത്താ പൊക്ക്. ഇനി മാറ്റേ. അങ്ങനെയല്ല, പൊക്കെടുത്ത് അടുത്ത ആൾക്ക് കൊടുക്കുക, അടുത്ത ആൾക്ക് കൊടുക്കുക. ഇതാണ് മറ്റേ സാധനം. എന്നിട്ട് എന്റെ പേര് തുപ്പണ സാധനം. നല്ല അടിപൊളി. ഇതിന്റെ മുഖം എന്താ ഷേവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? അവന് മുഖം കണ്ണു കാണാൻ വേണ്ടിട്ട്. അവന് കൊടുക്ക്, മറ്റവന് കൊടുക്ക് അല്ലേ? പക്ഷെ ഇത് തുപ്പൊന്നുമില്ല. പക്ഷെ ഈ പറയുന്ന പോലെ ഒന്നുമില്ല. പാവുണ്ട് കേട്ടോ. അയ്യോ തൊട്ടടാ, നീ തൊട്ടോ, ഒന്നും ചെയ്യില്ലത്. നല്ല തുപ്പ് കിട്ടി കഴിഞ്ഞാൽ അടിപൊളി. ഇതാണോ തുപ്പണ സാധനം? ഇപ്പഴ സൈഡിൽ വെയിറ്റ് ചെയ്യണം, ഇവർക്ക് കൊടുക്ക്. നിങ്ങൾ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഇപ്പൊ തരും. ഓ, ഇവിടെ ഇടികൂടല്ലേ? ഇതൊക്കെ പറിച്ചിടും. ഇടികൂടല്ലേ? പതുക്കെ കഴിക്കി, എല്ലാവർക്കും കഴിക്കണ്ടേ? എന്തിനാ അങ്ങനെ കാണിക്കുന്നത്? അവൻ കുഞ്ഞല്ലേടാ, അവൻ കുറച്ച് കഴിക്കട്ടെടാ. അതെ, അടി 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 അടി. ഏതാണ്ട് നിങ്ങള് വളർത്തണ പോലെയല്ലേ പറയുന്നത്, അടി അടി എന്നൊക്കെ. അങ്ങനെ മോന് വേനാ. ഇവിടെ 3 ആള് വെയിറ്റിംഗ് ആണേ. ഇവിടെ 3 ആള് വെയിറ്റിംഗ്. എന്നിട്ട് വേണ്ടേ? തുപ്പരുതിട്ടാ. ഇവിടെ 3 ആള് വെയിറ്റിംഗ്. എനിക്ക് വേണ്ട. തുപ്പിയാലോ? തുപ്പിയെ ഞാൻ ഓടും. അതിന്റെ തല അതിന്റെ ഉള്ളിൽ എടുക്കാൻ പറ്റണ്ടായില്ല, ചത്തുപോ നീന്ന്. അത് തല പുറത്തേക്ക് ഇട്ടിട്ടേ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. ആകെ കഷ്ടപ്പെടുന്നു. പക്ഷെ ഇവനെ ഉപദ്രവിക്കണ്ടട്ടാ, നീ കുറുമ്പനാ. നമുക്ക് വീടൊക്കെ വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ പശുവിന് ലാമേനൊക്കെ വളർത്താനല്ലേ വെച്ചാ അതൊരു ഭംഗിയല്ലേ. ഓ, നമുക്ക് ഇങ്ങനെ ഈ ട്രാക്കിൽ കൂടെ പോയി അവരൊക്കെ ഫീഡ് ചെയ്യാം, ആ കുതിരേനെയും ഇതിനൊക്കെ ഇതിനല്ലേ. അതില്ലേ കുറച്ച് ലാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സാധനത്തിന് വാങ്ങിച്ചു വെക്കുക. ആരടാ വിളിക്കണേ? ആ മന്ദനല്ലേ? ഓ, ഇവിടെ എങ്ങനെയുണ്ട് കുഞ്ഞനാ? ആ കുഞ്ഞിനെ വേഗം കൊടുത്തോ. ആ മന്ദം വരണേലും മുന്നേ അതെ അവ ഓടി വരണോക്കേടാ, ഇടിക്കും ചിലപ്പോ അവനെ. പാവട്ടി വരെ ഓടി. ഷീപ്പിന്റെ പിങ്കാണ്. കുഞ്ഞൻ വന്നു. അയ്യോ, രണ്ടുപേർക്ക് തിരിച്ച് കൊടുക്കടാ. പാവട്ടിക്ക് വിഷമമാണ്. എന്നുവെച്ചാ
കുഞ്ഞിനെ എപ്പോഴും കൊടുത്ത് മൂത്തവന് കൊടുത്തില്ലല്ലോ. അപ്പൊ അവിടേക്ക് ഫീൽ ചെയ്തു അവന് ആടെ വാവുട്ടി ഒരു കുതിര ഓടി വരണം. ഓടിയോ ഓടിയോ ഓടിയോയോ ഓടി വരണത് കുതിര മറ്റവന് വരുന്നുണ്ട് അവിടെ. അവിടുന്ന് പറന്ന് വരുന്നുണ്ട്. വിശക്കണ്ടിട്ടാ ഇതൊരാള് അടുത്തേക്ക് അധികം പോണ്ട. അടുത്താള് അതിന് വൈകിയ വരാനായിട്ട്. വേമായോ വേം വന്നാ ഫുഡ് കിട്ടും. ഓടിവാ ഓടിവാ ഇത് വലിയ കുതിരട്ടാ. ഓടി വന്നിട്ടേ അവന്റെ കാർബൺ ഡൈ ഓക്സൈഡ് ഇപ്പോൾ പുറത്തേക്ക് പോയത്. എടുക്കട്ടെ എന്താ അയാളോ ഇവന്റെ കുറച്ച് നീങ്ങി നിന്നോട്ടോ, അല്ലെങ്കിൽ അവൻ തലക്ക് വെച്ച് നിന്നോട്ടോ അടിക്കും. എന്തോറും മുടിയാ അല്ലേ, കൊറേ മുടി. നിങ്ങള് രണ്ടുപേരും ബാക്കിൽ ഒരാൾ നിക്കണ്ടേ. ബാവുട്ടി ബാവുട്ടി ഇവരോട് പറഞ്ഞേട്ടാ നീ പോക്കില്ല പോടാ പോടാ. 600 പേടിയാ, പക്ഷെ കൊടുക്കണെന്ന് വിളിക്കും. ഒരു പേടിയില്ലാന്ന്. പക്ഷെ നമ്മളേ $5 ഒരു ഫുഡ് വാങ്ങിച്ചാ പോരാ, 2 ഫുഡ് വാങ്ങിക്കണം. കൊറേ ഫുഡ് കൊടുക്കും. അയ്യോ കൈ കടിച്ചെടുത്തിട്ട് വേണ്ടട്ടോ ഓട്ടി. തന്നെ എത്തി വലിയ എന്നിട്ടയാ വലിയ കുതിരയുടെ അടുത്തെത്തി. ഔട്ടിയാണ് എപ്പോഴും ഫസ്റ്റ് എത്തിയിട്ട് കുതിരക്കൊക്കെ ഫുഡ് കൊടുക്കണേ. അപ്പൊ അതൊക്കെ ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സേഫ്റ്റിക്ക് വേണ്ടി ചിൽഡ്രൻ മസ്റ്റ് ബി സൂപ്പർവൈസ്ഡ് കേട്ടോ. അല്ല നമ്മൾ ഈ ലാൻഡിൽ കൂടെ നടക്കുമ്പോഴത്തെ കാര്യാ. ഇനി കുറച്ചും കൂടി ഉള്ളൂ, ഇനിയില്ല. നിങ്ങൾ അവിടെയൊക്കെ വെച്ചിട്ടേ ആർത്ത് വിളിച്ച് കൊടുത്ത് അതുകൊണ്ട് ഇനി കുറഞ്ഞു. ഇത്തിരി കൊടുക്കണായിരുന്നു. അതന്നെ ഇതെല്ലാവരും കൊടുക്കണ സ്ഥലം ആടിന് കൊടുക്കണ സ്ഥലം എവിടെയാ? നമ്മൾ അവിടെ വരുമ്പോ കൊടുത്തു പോരുന്നത്. വായോ ഇവിടെ സീനിക് ലുക്കൗട്ട് ഉണ്ട്. വാ ഇത് മറ്റേതാ മറ്റേ സൈക്കിൾ യൂട്ടിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. അത് അവിടെ താഴ്ത്തുണ്ടായിരുന്നു. ഈ സൈക്കിൾ യൂട്ടിന്റെ സ്ഥലമായാലും ഇങ്ങനെ ഓരോന്നും ഹെലികോപ്റ്റർ ഉണ്ട് പോരാ. അപ്പൊ അവന്റെ മറ്റേ ഫീഡിങ്ങിന്റെ സാധനമൊക്കെ തിരിച്ചു വന്നു കേട്ടോ. കയറാൻ പറ്റോ? കേറണ്ട, അങ്ങനെ ജോലി വീണല്ലോ. വേണ്ട കേറാൻ പറ്റുന്നുണ്ട്. അവിടെ ബേബി സീറ്റാ ഔട്ടിയത്. തല മുകളില് ഒരയും. ഇത് മറ്റേ ഇതാ വാർത്ത് വെച്ചേക്കണതാ, കോൺക്രീറ്റ് ചെയ്ത് വെച്ചേക്കണതാ. ചിലപ്പോ ഒരയും. ഇതേ അവിടെ നിന്നൊക്കെ വരുന്ന ആൾക്കാര്, ഇവർക്ക് നമ്മൾ നേരത്തെ അവിടെ വെച്ച് കണ്ട ആൾക്കാരല്ലേ? അതെ അതെ അതെ, നേരത്തെ തുറന്നിട്ടുണ്ടാവോ? കുറച്ചുള്ളൂ നമ്മുടെ ഇതിന് ബാക്കി. ഇനിയും കുറെ സ്ഥലത്ത് കൊടുക്കാണ്ട്. പെട്ടെന്ന് പടപടാന്ന് തിന്നാൻ കൊടുത്ത് തീർത്തു. നോക്കി കാലിയേ കഴിഞ്ഞു വണ്ണു. ഭയങ്കര കരച്ചിൽ കേട്ടായിരുന്നാ? ഈ മനുഷ്യനാണ് കരഞ്ഞത്. അല്ല മനുഷ്യനല്ല, ഈ മൃഗം. മോളി കൂടെ കൊടുക്കറാ. എത്രയും കൂടി കൊടുത്തോ? എന്തൊരു കരച്ചില കരഞ്ഞത് അല്ലേ? ഓടിട്ട് കരഞ്ഞല്ലേ? എന്താ അയ്യോ അതെ പോയി. ലഡുവാ? ലഡു പോയി. ഒരാൾ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, വൈറ്റ്. അവൻ വയ്യാണ്ടായിട്ട് വയ്യാണ്ടായിട്ട് കിടക്കുന്നതാ. എന്തൊരു കരച്ചിലായിരുന്നല്ലേ? അങ്ങനെ പറഞ്ഞു കരഞ്ഞല്ലേ? കഴിച്ചില്ലേ? നല്ല ബുദ്ധിന്റെ കരഞ്ഞു. അത് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോണ്ടല്ലോ പുതുപുതാന്ന് സൗണ്ട് കേട്ടു. ഓടി പരാക്രമം അടിച്ച് ഓടി വന്ന് നിക്കണോക്കി. ഇതിന് ഓൾറെഡി കൊടുത്താണോ? അപ്പുറത്തോടെ പോയി കൊടുത്തില്ലേ? ഇല്ലല്ലേ? ആ പരാക്രമം അടിച്ചിട്ടുള്ള വരവ് വന്നായിരുന്ന കണ്ടായിരുന്നാ?
ഇനിയിപ്പോ നമ്മളുണ്ടല്ലോ, നമ്മളിപ്പോ ഇതില് ഒരുവിധം അവര് പറഞ്ഞ സാധനങ്ങളൊക്കെ കണ്ടു, പക്ഷെ പിഗിനെ കണ്ടിട്ടില്ല. അതിനി എവിടെയാ? പക്ഷെ ഉണ്ടല്ലോ, നമ്മൾ താനെ തിന്നാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി. എല്ലാത്തിനും കണ്ടപ്പോ അങ്ങോട്ട് ഓടി. നമ്മളിപ്പോ ഒരു ഓവർ എന്താ പറയാ എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി. പിള്ളേരാണെങ്കിൽ ഈ കളിക്കണ സാധനങ്ങൾ കണ്ടപ്പോ അവർ കുറച്ചും കൂടി ഒരു ഉഷാറായി. പിന്നെ നമ്മൾ കറക്റ്റ് ഓർഡറിലല്ല പോയത്. അല്ലല്ല. പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഈ മൃഗങ്ങളിൽ നിന്ന് ഇവർ ഇതുവരെ ഫീഡ് ചെയ്തിട്ടില്ലല്ലോ. ജീവിതത്തിൽ ഫീഡ് ചെയ്തില്ല. ആകെ മറ്റേ കോഴീനെയും താറാവിനെയൊക്കെ ഫീഡ് ചെയ്തിട്ടുണ്ടാവും. അല്ലാണ്ട് മൃഗങ്ങൾക്കൊന്നും അവർ ഒരു ഫുഡ് പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പൊ അത് കാരണം കയ്യിൽ കൊടുക്കാൻ ആദ്യം അവർ ട്രൈ ചെയ്തത്. പക്ഷെ എന്തോ ചെറിയൊരു പേടി. എന്നിട്ട് പിന്നെ ഈ സാധനം ഉള്ളതുകൊണ്ട് ഇത് പൊളിയാം. അപ്പം ഇതിനകത്ത് വെച്ചിട്ടാണ് അവര് ഫീഡ് ചെയ്തേക്കണത്. അപ്പൊ അവിടെ അവര് കളിക്കാൻ തന്നെ ഇങ്ങനെ കുറെ ബൈക്കിന്റെ ട്രാക്ക്, ഹെലികോപ്റ്ററിന്റെ സംഭവങ്ങള്, ചെറിയ വീടുകള്. അതിപ്പോ അവരവിടെ പോയി നിൽക്കുന്നത് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം പോലത്തെ ഒരു സ്ഥലത്താണ്. അങ്ങനെ ഓരോന്നിന്റെയും ഓരോ മാതൃക അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണ കാരണം കൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട്. കളിക്കാനായാലും ഫീഡ് ചെയ്യാനായാലും. അതും നമ്മൾ ഓരോ മൃഗത്തിന്റെ അടുത്തോട്ട് വരുമ്പോ തന്നെ ഐറ്റങ്ങൾ ഇങ്ങനെ പരാക്രമം പിടിച്ച് ഓടി വരുന്നല്ലേ. അവർക്കറിയാം കുറെ ആൾക്കാർ ഇതുപോലെ വന്നിട്ട് തീറ്റ കൊടുക്കണ കാരണം കൊണ്ട്. അതും ഇവർക്ക് ഇങ്ങനത്തെ ഈ പെല്ലറ്റ് സാധനങ്ങളൊക്കെ കുറച്ചും കൂടി ഇഷ്ടമുള്ള ഫുഡായിരിക്കും. എന്നീ പുല്ലൊക്കെ തിന്നണതിന്റെ ഇടയില്. പക്ഷെ ഞാൻ ബുൾസ് നമ്മൾ പറയില്ലേ, എന്ന് നമ്മള് വെജിറ്റബിൾ കഴിച്ചിട്ട് ഒരു നല്ല നോൺ വെജ് കിട്ടുമ്പോഴത്തെ സുഖം എന്ന് പറയുന്ന സംഭവല്ലേ. പക്ഷെ ബുൾസ് ഫൂള് പാർക്ക് എന്ന് വിചാരിച്ചപ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ചായിരുന്നത് ബുള്ളും പശുവും. അതാണ് എന്റെ മനസ്സിൽ പോയ സംഭവം. ഹണ്ടിങ്ങിന്റെ മാതൃകകൾ ഉണ്ടാക്കി വെച്ചത്. പക്ഷെ മോർ അനിമൽസ് ദിസ് വേ എന്നുകൊണ്ട് ഇവിടെ കാണിച്ചു. പക്ഷെ നമ്മൾ കണ്ടില്ലല്ലോ പന്നീനെ. നമ്മള് പോയില്ല. അതിലെ പക്ഷെ അതിലെ പോയി ഇതിലേക്ക് ഇറങ്ങി വന്നു. നമ്മൾ കറങ്ങി വന്നു. പക്ഷെ നമ്മൾ ഇതിനെ കണ്ടില്ലല്ലോ. അതൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ പന്നി എന്തേ? പന്നി എവിടെയെങ്കിലും ഉണ്ടാവും. നമ്മളത്ര പന്നിയുടെ ഫുഡ് നമ്മളൊന്നും കൊടുത്തിട്ടില്ല. ഒരു പന്നീനെ നോക്കി നടന്നിട്ട് പന്നീനെ കിട്ടിയില്ല അല്ലേ? അതന്നെ. അതെന്താ നമുക്ക് കാണാൻ പിടിക്കാത്ത? പറ്റിയില്ല കാണാല്ലേ. എവിടെയെങ്കിലും മിസ് ആയിട്ടുണ്ടോ നമുക്ക്? ഒരാള് നിന്നെ ഫോളോ ചെയ്തതിനൊക്കെ നമ്മള് പോകുമ്പോ നമ്മുടെ കൂടെ ഇങ്ങോട്ട് വരാ നോക്കിട്ടാ. നമ്മള് നടന്നു പോകുമ്പോ നമ്മളെങ്ങാനും ബിരിയാണി കൊടുത്താലോ? അതെ, നമ്മള് നടക്കുമ്പോ നമ്മുടെ കൂടെ ഇങ്ങനെ വരാള്. ഇവിടെ എന്തൊക്കെയോ എന്നിട്ടാ എന്തോ ഇതിന് ഫുഡ് കൊടുക്കാനുള്ള പരിപാടിയാന്ന് അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും അത് വരുന്നത് നമ്മുടെ പിന്നാലെ. പക്ഷെ ഇവിടെ നോ എൻട്രി വഴിയാണ് കേട്ടോ. ഇവിടേക്ക് പന്നിയില്ല. ഫൺ റൂൾസ് കൊറേ എന്തൊക്കെയോ കണ്ട. പിള്ളേർക്ക് കളിക്കാനായിട്ട് കൊറേ ഇങ്ങനെ സ്റ്റാച്ചുകൾ പോലെ. പക്ഷെ ഇവിടെ മറ്റേ ഇതിട്ട് വെച്ചിട്ടുണ്ട്, ഇലക്ട്രിക്കിന്റെ സാധനം. ഇങ്ങോട്ട് കടന്നു വരാതിരിക്കാനല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നേ ചിലപ്പോ ഇത് ഒരാളുടെ ലാൻഡ് ആയിരിക്കും. നമുക്ക് ഇതുപോലെ പശുവിനെയും ആടിനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ ചേട്ടാ. ഇങ്ങനെ പേര് കൊടുക്ക, എൻട്രി ഫീസ് കൊടുക്ക, ഫീഡ് ചെയ്യാനുള്ള തീറ്റയും കൊടുക്ക. നല്ല പരിപാടിയാണ്. എന്താന്നറിയോ, നോ എൻട്രി, ഷൂട്ടിംഗ് റേഞ്ച് ആണ് അപ്പുറത്ത്. എനിക്ക് തോന്നുന്നു ആൾക്കാർ ഷൂട്ടിങ്ങിന് വരുമോ? ഹണ്ടിങ് ഹട്ട്. മറ്റേ ട്രെയിൻ മൊത്തം വുഡ് അതിന് പവറൊക്കെ കൊടുത്തിട്ടുണ്ട് ട്ടാ. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ലൈറ്റ് കത്തുന്നു പോണത്. റേഡിയോ എന്തൊക്കെയോ വെച്ചിട്ടുണ്ടല്ലോ, ബാറ്ററി ഓപ്പറേറ്റ്. അവിടെ ലൈറ്റും സാധനങ്ങളൊക്കെ ഉണ്ട്. പവർ പോലെ എന്താ ഹണ്ടിങ് പോയിന്റിന്റെ മുകളിൽ തല വെച്ചിട്ടുണ്ടല്ലോ, കൊമ്പ്. അതാ ഹണ്ടിങ് ഹട്ടാണത്. നോ ക്ലൈംബിംഗ് ഓൺ റൂഫ്, എൻറ്റർ ഹിയർ. അതിനകത്തോട്ട് കയറാൻ ശേഷം നമുക്ക് അതിന്റെ ഉള്ളിൽ കൂടെ കയറാം. പക്ഷെ മുകളിൽ ക്ലൈംബ് ചെയ്യരുതെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്തോട്ട് വേണമെങ്കിൽ നമുക്ക് കയറാം. ഇതിനകത്ത് തോക്കൊക്കെ വെച്ചിട്ടുണ്ട് ട്ടാ. ഇത് ശരിക്കും സംഭവം അറിയോ? പണ്ടത്തെ ആൾക്കാർ ഇരിക്കുന്ന സ്ഥലവും. ഇതൊന്നൊരു സംഭവം അറിയാം. ഇങ്ങോട്ട് നമ്മളിപ്പോ വന്നില്ലേ, ഇങ്ങോട്ട് നോക്കാം. ഇവിടുന്ന് വെടിവെച്ച് വീഴ്ത്താം. ഇവിടെയാണ് ഒരു ഹണ്ടേനെ സ്പോട്ട് വരാ. ഒരു ക്യാമ്പയിന് പോലെ തീയൊക്കെ ഇട്ടിട്ട് നടുക്കിൽ തീയൊക്കെ ഇട്ടിട്ട് ക്യാമ്പയിന്. ശരിക്കും അതിനൊരു മാതൃകയാണ് അവർ ഉണ്ടാക്കി വെച്ചത്. അത് കണ്ടു നോക്കിയാൽ ഇതിനകത്ത് എത്ര തോക്കുണ്ടെന്ന് അറിയോ? 1, 2 കുറെ തോക്കുണ്ട്. 3, 4 മിസൈലുണ്ട്. പീരങ്കി ഉണ്ടോ? മിസൈലും പീരങ്കിക്കണോ? ഇതിന്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് ഇതിന് കുറെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ മറ്റേ കാട്ടുപന്നിനൊക്കെ എടുത്തിട്ട് പോണ പോലത്തെ. അത് ഇവര് പണ്ട് മറ്റേ ഇവിടുന്ന് ഷൂട്ട് ചെയ്ത് പിടിച്ചായിരിക്കും ഇതൊക്കെ. മാന്റെ കൊമ്പാണ് ഈ മുകളിലിരിക്കണേ ആയിരിക്കും. അതെന്തിട്ട് സൗണ്ട് കേട്ടല്ലേ? ഇവിടെ റിയൽ ഗണ്ണ് ഇവര് പണ്ടത്തെ ഒരു സെറ്റപ്പ് കൂടി ഉണ്ടാക്കി വെച്ച് കൊടുക്കുന്നതാണ്.
ഹലോ ജന എന്ത് ഉറക്കം വരാ നടന്നിട്ട് പയ്യണ്ടായി. അത് ശരി. ചാച്ച നോക്കി ഇവരെന്തിട്ടാ കാണിക്കണേന്ന്. അത് ഒടിഞ്ഞു വീഴാ. നമ്മുടെ നാട്ടിലത്തെ വീൽ ബാര പോലത്തെ സംഭവം അങ്ങനെ തുന്തതേ തല കൊത്തി വീഴൊന്ന്. ഒടിഞ്ഞു വീഴ എടുത്തിട്ടാ ഓളിടുന്നൊക്കെ ഇത് കളിക്കാനുള്ള സാധനം തന്നെയല്ല അവർക്ക്. ഫൺകാർട്ട് അതായത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കാർഡ്സ് ടു സ്റ്റേ ഓൺ ട്രാക്ക്. എടാ ഈ ട്രാക്കിനകത്ത് മാത്രം ഓടിക്കാൻ പാടുള്ളൂ എഴുതിയിട്ടുണ്ട്. ദിസ് ഇസ് ദ ട്രാക്ക്. റൗണ്ട് ആയിരിക്കും. വെസ്റ്റ് മൂന്ന് കണ്ട് പേടിച്ചത് ഇതാണ്. പിന്നെ നിക്കാൻ പാടില്ല. നിർത്തിയതിന് ഭയങ്കര പാടായിരിക്കും അല്ലെ. എൻജോയ്. അഡൽട്ട് സൂപ്പർവിഷൻ റിക്വയർഡ് ആണ്. ഓളിടണ കോട്ടി അത് ഒടിഞ്ഞതാ. ടയർ ഒടിഞ്ഞതാ. അതേ അടുത്ത ട്രെയിനിൽ പോണ്. പിള്ളേർക്ക് പൊളിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലേ. ട്രെയിനിൽ കയറിക്കണൊക്കെ അവൻ. അതെ പിള്ളേർക്ക് അടിപൊളി. ഇപ്പൊ വെയില് വരുമ്പോ ചെറിയൊരു സുഖം കേട്ടോ. തണുപ്പ് ഈ നേരത്തൊക്കെ വരണം. ഈ സമയത്ത് വരുമ്പോ അല്ലെ. ഉച്ച നേരത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ഇവിടുത്തെ മഴ ഇത് നോക്കിയിട്ടും ക്ലൈമറ്റ് കറക്റ്റ് നോക്കണം. ട്രെയിനകത്ത് കയറുന്നത് അപ്പുറത്ത് കൂടെ കയറുന്നു. എന്തോ മഴ കറക്റ്റ് നോക്കിട്ട് ചെന്നില്ലെങ്കിലും പ്രശ്നം അതന്നെ. അപ്പൊ നമ്മള് ഫീഡ് ചെയ്യാനായിട്ട് എല്ലാം കൊടുത്തു. പന്നീനെ കിട്ടിയില്ല. പന്നീനെ കിട്ടണം. പണ്ടത്തെ ഒരു ഇതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. നീ പന്നീര പോലെ പന്നീര അത്ര തടിക്കുന്നു അങ്ങനെ അങ്ങനെയല്ല ഉദ്ദേശം. പന്നീനെ പക്ഷെ എവിടെ കാണാൻ പറ്റാവോ അല്ലേ. നമുക്ക് നോക്കി നോക്കാം. അല്ല എത്ര റെസ്റ്റ് ആയാലും നമ്മള് നീ നടന്നു പോകണെങ്കിൽ അപ്പൂര എനിക്കും അറ്റൻഡൻസ് എടുക്കില്ലേ നമ്മള്. സലാം അതുപോലെ കയ്യില് ഫുഡ് ഉണ്ടെന്ന് അവർക്കറിയാം. ഫുഡ് കിട്ടുന്ന അതിപ്പോ ഒരു സ്ഥിരമായിട്ട് ഇങ്ങനെ വന്നിട്ടേ നമ്മുടെ പിള്ളേരെന്ത് അവിടെ എന്തോണ്ട് കേട്ടോ. ഈ സാധനം നമുക്ക് കണ്ടിട്ടില്ലോ. ഗോൾഡൻ ഇതിനകത്ത് മറ്റേ കിളികള്. അടിപൊളിയല്ലോ. മറ്റേ ആ വാലുള്ള മറ്റേ തൊപ്പിക്കിളിയിൽ നല്ല ഭംഗിന്റെ പേടിച്ചിട്ടത് പോണത്. നല്ല വാലാട്ടിക്കിളി പോലത്തെ കളിയില്ലേ. ഒരുതരം ഇതൊക്കെ ഇവിടെ ഉണ്ട്. മെയിലും ഫീമെയിലും. ഇത് മെയിലാട്ടാ. ഇതാണ് സാധനം. ഇതാണ് അതിനകത്ത് ഉള്ളത്. പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ശരിക്കും എടുക്കാൻ പറ്റില്ല. മറ്റേ ഉണ്ടൻ കോഴികൾക്ക് ഇപ്പൊ വിശന്നു തോന്നുന്നു. അതേ വരുന്നേ വെച്ചാ നോക്കിയടാ. നോക്കിയടാ ഡിസൻസ് നല്ല ഭംഗി. നോക്കിടാ ഓട്ടി. നോക്കിടാ പിന്നെ ഓട്ടി. അതിന്റെ പാല് നോക്കിയതാ. ഇനിയിപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ കൊത്തുവോ. നല്ല പ്രാന്ത്. ഇനി ഇവിടെ തന്നെ നമുക്ക് കടന്നു വരുമ്പോ ഷീപ്പ് ഷെഡ് മ്യൂസിയം ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അത് മറ്റേ മുടി വെട്ടുന്നതല്ലേ. അതന്നെ മുന്നത്തെ. അതൊക്കെ ഇവിടെ കട്ട് ചെയ്യണത് ഇവിടെ ഇങ്ങനെ ഈ സാധനം നോക്കി കട്ട് ചെയ്യുന്നത് എന്ത് സാധനം വെച്ചിട്ടാന്നുള്ളത് ഉണ്ട് ഇവിടെ. ബ്ലേഡാ. അങ്ങനത്തെ ആ മെഷീൻ. പിന്നെ കട്ട് ചെയ്ത് വെച്ചാണ് എല്ലാ ബോളും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും അതിന്റെ സ്ഥലമായിരുന്നു. ഇത് കൂടെ നിർത്തിയിട്ട് ചെയ്യണതായിരുന്നു. ഇവിടെ വെച്ച് ചെയ്യണത് അങ്ങനത്തെ കത്തികൾ ഉപയോഗിച്ചിട്ട് ഇവിടെ കത്തികൾ ഉപയോഗിച്ചിട്ട് ആക്കണത്. എന്നിട്ട് ഓരോന്ന് ഉണ്ടാക്കണത്. ശരിക്കും ഇത് ചവിട്ടി പോലെ സാധനം ഉണ്ടാക്കിയേക്കണത് അടിയിലടിച്ചിട്ട്. ഇത് മറ്റേ ശരിക്കും മുടി വെച്ചിട്ട് ഉണ്ടാക്കിയതല്ലേ. പിന്നില്ലാണ്ട് പെട്ടാ രോമം പറിച്ചെടുത്തിട്ടല്ലേ എല്ലാം ചെയ്യണല്ലേ പാവങ്ങള്. എനിക്ക് തോന്നേ ഇവര് പണ്ട് ഇവിടെ ഇത് ചെയ്തിരുന്ന സ്ഥലം. അത് ഇത് മ്യൂസിയം. അതായത് ആ സ്ഥലം തന്നെയാ. അല്ലാണ്ട് വേറെ സ്ഥലത്ത് നിന്ന് കൊണ്ടു വെച്ചല്ല. പിന്നെ അല്ലാണ്ട് നോക്കി നീ അവർ കുടിച്ച ചായ ഗ്ലാസ് അത്. പിന്നെ ഇതിന്റെ അടിയിൽ നോക്കി നീ ഈ 2 കാപ്പി കൂടെ ആയിരിക്കും ഇടുന്നത്. ആടിനെ കട്ട് ചെയ്തിട്ട് ഇടുന്നത്. ശരിയാ തിരിച്ചു വിടുന്നത് അല്ലേ. അതെ ഇവിടെയൊക്കെ നിലത്ത് ഇടുന്നത്. അല്ലെങ്കിൽ ഇവരുണ്ടാക്കിയതാണോ ഇതുപോലെ. മ്യൂസിയം ആണ് അതിന്റെ ഒരു ഇത് വെച്ചേക്കണതാ. എന്തൊരു വലിയ ഇതുണ്ട് ഇവിടെ. അവിടെ ചെറിയൊരു കുട്ടി റാബിറ്റ് ഇരിക്കുന്നത്. അതിന് കുറച്ച് ഫുഡ് കൊടുത്താലോ കുട്ടി.
തടീനല്ലത്. ആ കുഞ്ഞനല്ല, വലിപ്പുണ്ട്. താനാ ഇവിടെ ഇട്ട് കൊടുത്തോ? വഴിക്കൂടെ നടന്നു പോണുണ്ട്. ഇവിടെ പിന്നെ അങ്ങനെ റാബിറ്റിന് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അത് ആനയൊക്കെ നടന്നോളും. അവിടെ ചില മൂടൂ. ഏയ് ഇല്ല തിന്നോളും. ഇത് നമ്മൾ പോണത് അടുത്ത് പോണത് മിൽക്കിംഗ് ഷെഡിലേക്ക് കേട്ടാ. അവിടെ പോയിട്ട് പാല് വാങ്ങിക്കാൻ പറ്റണം. അവിടെ 5 ലിറ്റർ പാല് എന്താ അതിനുള്ളിൽ കൂടെ ഒക്കെ പോയി ഉള്ളിക്ക് കിടക്കണ്ട. നാട്ടിത്താട് നമ്മുടെ നാട്ടിലത്തെ നാടൻ സാധനം വരുന്നത്. നാടൻ ആട് വരുന്നത്. വോട്ടി ആ സാധനം കൊണ്ടുവന്നേ വോട്ടി. അമ്മ അങ്ങോട്ട് പോണ്ടേ? അതായോ എന്റെ കൈ വെറുതെ വെച്ച് കൊടുക്കാം. എന്റെ കയ്യിൽ ഞാൻ കയ്യിൽ വെച്ച് കൊടുക്കുള്ളൂ. എന്റെ കയ്യില്ലടാ, എനിക്ക് പേടിയാ. നിങ്ങള് മറ്റേ മായലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പേടിയാവും. അതുകൊണ്ട് നീ അതിനകത്തൊന്നും. നാടനാടാ അല്ലേ? മിൽക്കിംഗ് ഷെഡ്. മിൽക്കിംഗ് ഷെഡിലേക്ക് പോയി നീ കൊടുത്തിട്ട് പോയോട്ടോ ഓട്ടിയേ. അത് ഫുള്ള് കൊടുത്തോ? പശുണ്ടാ? ഓക്കെ. ഇത് ശരിക്കുള്ള പശുല്ല, ജസ്റ്റ് ആ ഒരു മോഡൽ വെച്ചേക്കണത്. ഇവിടെ മെഷീൻ ഉണ്ട്, പാല് കറക്കാനുള്ള മെഷീൻ ഉണ്ട്. പാലില്ലേ, പാലിന്റെ ആ ഒരു ഇതില് വെച്ചേക്കണത് അവര്. എന്നിട്ട് പാല് അങ്ങനത്തെ സെറ്റപ്പ്. പണ്ടത്തെ മോഡലാ. Can I? വരുന്നുണ്ടാ? വാ നോട്ടെ. അവരൊരു ഡെമോ വെച്ചില്ലേ? സാധനം സോപ്പ് വെള്ളാ. ഇതിനകത്ത് വരുന്നില്ല. ഈ പാല് പറ്റിപ്പോയി. അത് പറ്റിയിട്ടുണ്ട്. എന്താ സോപ്പ് വെള്ളോ? സോപ്പ് വെള്ളം. പോട്ടെ നിനക്കടേ പൈ അല്ലേ? അയ്യോ. ഹൗ ടു മിൽക്ക് ലീക്കി ലിൽ, മേക്ക് എ സർക്കിൾ വിത്ത് യുവർ തം. ഇവിടെ എങ്ങനെയാ പാല് കറക്കണേന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് പഠിക്കാൻ വേണ്ടിട്ട്. പക്ഷെ എന്തോ മറ്റേ ലെക്സ് സോപ്പോ എന്തോ കലക്കി വെച്ചേക്കണം. നല്ല സോപ്പിന്റെ മണ വരണേ. ഇവിടെയൊക്കെ നാരങ്ങാട്ടോ വെച്ചോണ്ട്. ഇവിടെ സോപ്പാണ് കൂട്ടാ, കുഴപ്പമില്ല. അയ്യേ ഈ വാഹോട്ടിയുടെ കാര്യം. നിറച്ച് ഓറഞ്ച് ഉണ്ടായിരുന്നുണ്ട്. വെറുതെ അല്ലേ ഒരു ഓറഞ്ച് പറിച്ച് അവിടെ പുറത്ത് വെച്ചേക്കണത്. പക്ഷെ ഇതിനകത്തോട്ടൊക്കെ എങ്ങനെയാ ഇറങ്ങണേ? ഇതിനകത്ത് ഇറങ്ങി കഴിഞ്ഞ് ഇടിഞ്ഞു പൊളിഞ്ഞ് പുറത്തേക്ക് വീഴുള്ളൂ അല്ലേ? ആ കൊക്കയില് പോയി വീഴുള്ളൂ. നിറച്ചുണ്ട് ഓറഞ്ച്. ഓറഞ്ച് ഉണ്ട്. വീട് പണിയണെങ്കിൽ നമ്മളിതൊക്കെ ഇവിടെ വീട് പണിയണം. അല്ല, ഇവിടെ വീട് പണിതിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു വ്യൂ. സൂപ്പർ അല്ലേ? തണുപ്പ് കൂടി തുടങ്ങി, വെയില് പോയി. പതുക്കെ നമുക്ക് കൂടണഞ്ഞാലോ? പതുക്കെ വിടാം. നല്ല അങ്ങനെ ഇപ്പം ആ വെയിലങ്ങ് പോയി കഴിഞ്ഞപ്പം തണുപ്പ് നന്നായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇത് നമുക്കുണ്ടല്ലോ ലാസ്റ്റ് ഒരു പാത്രം കൂടി നിറച്ചും നമ്മുടെ കയ്യില് ഫുഡ് ഉണ്ട്. നമുക്കത് മറ്റേ ആ ഷീപ്പിന് കൊണ്ടുകൊടുത്തിട്ട് പോവാം. അയ്യോ, നമ്മളെ ഫസ്റ്റ് കണ്ട ഷീപ്പില്ലേ, ആ ആർത്തിക്കാര് ഷീപ്പ്, അവർക്ക് കൊടുക്കാം. ഓടി വന്നത് കിണി അടിക്കണ വഴിക്ക് ഓടി വരുന്ന ഷീപ്പില്ലേ, അവർക്ക് കൊടുക്കാം. ഇത് വെറുതെ വരുന്നതാ. ഇത് പറഞ്ഞ എനിക്ക് എന്താ അപ്പക്ക് അപ്പുറ കയ്യില് ഞാൻ കൊടുക്കാം. ഇതെങ്ങനെ കൊടുക്കും നോക്ക്. എടുക്കൊന്നുമില്ല. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൗരി ആൻഡ് ഗോൾഡ് മ്യൂസിയം ഉണ്ട് ഇവിടെ. പക്ഷെ ഇത് വലിയ തടിമരം വെട്ടണം. അങ്ങനെ ആ സാധനം പണ്ട് യൂസ് ചെയ്യുന്ന ആള് അല്ലേ? മരം വെട്ടാൻ പറ്റിയ ആള് അല്ലേ? വലിയ അയ്യോ, പരശുരാമൻ എറിഞ്ഞ മഴ ഇങ്ങടാണ് വന്നത്. മറ്റേ സിനിമയിലില്ലേ പരശുരാമൻ എറിഞ്ഞ മഴ എന്റെ കയ്യിലാണ്. അല്ലാട്ടാ, ന്യൂസിലാൻഡിലാ. എടുക്കാൻ പറ്റുന്നത് സ്റ്റക്ക് ചെയ്ത് വെച്ചേക്കാം. മറ്റേ ചുറ്റിക, ഉളി. ഇത് മരം പൊളിക്കാനാ, ഉള്ളി കട്ട് ചെയ്യാനായിട്ടുള്ള. ഇതെന്തിനാ? മരങ്ങൾ പിടിച്ച് വലിച്ച് നിലത്തിടാനുള്ളതായിരിക്കും. നല്ല കട്ടിയില്ലേ?
പല പല വാളുകള്. ഇത് മറ്റേ നമ്മുടെ ആമാടപ്പെട്ടിയാണോ? അതറിയില്ല. മറ്റേ നമ്മുടെ അമ്മാമാരൊക്കെ ഉപയോഗിച്ചാൽ പെട്ടി തുറക്കാൻ പറ്റില്ല. ഇത് കണ്ടോ നീ, ഈ സാധനത്തിനാണ് പണ്ട് തടി ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത്, വെള്ളത്തിലൂടെ കൊണ്ടുവരുന്നത്. ഈ നമ്മള് ഈ മഴയാണ് വെട്ടണത് ഈ വാളുകൊണ്ട്. എന്തോറും തടിയല്ലേ ഇവിടെ, തട്ടിയുടെ കൈലാസാണ് അല്ലേ? സത്യം. ചെറിയ ഗോൾഡ് ചെറിയ ഗോൾഡ് സ്കെയിൽ ഇരിക്കുന്നതിനകത്ത് ഫൂൾസ് ഗോൾഡ്, ഏർലി ഗോൾഡൻ ക്ലെയിം, ഗോൾഡ് ബെയറിംഗ് ക്വാർട്സ്. ഓരോന്ന് ഈ ഗോൾഡ് നമ്മൾ അതിൽ നിന്ന് അരിക്കുന്ന സാധനമാണ് ഈ സാധനം. നോക്കിയാ വെള്ളത്തിൽ ഇങ്ങനെ അരിച്ചരിച്ചെടുക്കണതോ? അതെ, ഈ സാധനം ഈ സാധനം ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സിനിമയിലെ. ഇതിലോ സിനിമ ഇവിടെ കിട്ടിയ സാധനങ്ങളൊക്കെ ഗോൾഡ്, ഗോൾഡ് ഇൻ ക്വാർട്സ്. ആ കല്ലാണ് ആയിരിക്കുന്നത്, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. പിന്നെ അലൂവിയൽ ഗോൾഡ് ഇൻ പാൻ, ഗോൾഡ് നഗറ്റ്സോ. ഇവിടെ സംഭവമൊക്കെ അല്ലേ? അടിപൊളിയാണ്. മ്യൂസിയം തന്നെയാ അല്ലേ? ഇനി ഇവിടെ ഒരു വാക്കും കൂടി ഉണ്ട്, ബുഷ് വേ വാക്കും കൂടി ഉണ്ട്. പക്ഷെ എനിക്ക് വൈകുന്നേരം നടന്നു പോയാലേ നമുക്ക് തിരിച്ചു പോവാം. അതന്നെ. ഇത് ഇവിടെ നിന്ന് നമുക്ക് നോക്കാം. ഇതിലെ 30 മിനിറ്റ്, അതായത് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ടെന്ന് എഴുതിയേക്കണേ. ഒരുപാട് സ്റ്റെപ്സ് ഒക്കെ കടന്ന് ഇതിനകത്ത് കൂടെ പോകണം. കിളികൾ ഉണ്ടാവും ഇഷ്ടം പോലെ. കണ്ട ഇവിടുന്ന് താഴത്തേക്ക് ഫുള്ള് സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പ് ഇറങ്ങി 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 പോയി താഴത്തേക്ക് പോകണം. ജസ്റ്റ് ഒരു ബുഷ് വാക്ക്. കിളികളൊക്കെ കാണാൻ പറ്റുമായിരിക്കും. ഇവിടുന്ന് ഒരു ലുക്ക് ഔട്ട് ഉണ്ട് കേട്ടോ. പക്ഷെ കുറച്ച് ഇറങ്ങാൻ സുഖമായിരിക്കും, ഇവിടുന്ന് ലുക്ക് ഔട്ട് ഉണ്ട്. പക്ഷെ നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ ഫുള്ള് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോവാണെങ്കിൽ തിരിച്ച് കയറി വരുമ്പോൾ ഫുള്ള് സ്റ്റെപ്പ് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന കാരണം കൊണ്ട് അത് പണിയാം. നാളെ കാലത്ത് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കാല് കിടുക്കിടുക്കിടുന്ന് വിറയ്ക്കും. ഒരു മിനിറ്റ്, വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കണം. എനിക്ക് തോന്നുന്നു താഴത്തോട്ട് ഇങ്ങനെ കുറെ ഇറങ്ങി പോകുമ്പോൾ വെള്ളം. ഇസ് ഇറ്റ് ലോങ് ജേർണി? അപ്പൊ നമ്മള് ഇന്ന് മ്യൂസിയവും ഈ മൃഗങ്ങളുടെ, ഞാൻ അകത്ത് കയറിയിരിക്കുന്നത് ഭയങ്കര തണുപ്പ്, അകത്ത് കയറി ഒന്ന് സസ്റ്റൻ ഇരുന്നത്. അപ്പം ഈ കരങ്കഹക്കയിലുള്ള നമ്മള് വാക്ക് വേയിൽ പോയില്ല. അവിടെ മെയിൻ ആയിട്ടും ബേർഡ്സിനെയാണ് കാണാൻ പറ്റുന്നത്. നമ്മൾ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മള് മ്യൂസിയം കണ്ടു, പിന്നെ മൃഗങ്ങൾക്കൊക്കെ ഫീഡ് ചെയ്തു. അടിപൊളിയായിരുന്നു. നല്ല എന്നിട്ട് നമ്മൾ $64 കൊടുത്താലും അതിനുള്ള ഒരു സംഭവമാണ്. മെയിൻ ആയിട്ട് പിള്ളേർക്ക് ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആയത് കാരണം കൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. നമുക്ക് ബാവട്ടിയോട് മുനിസിനോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട് മുനിസേ? സൂപ്പറാ. അതിനെ ഫീഡ് ചെയ്തപ്പോ എന്നിട്ട് തോന്നിയേ? ചേട്ട വിചാരിച്ചു തുപ്പാ പോവാന്ന് ചേട്ടൻ്റെ അടുത്ത്. പക്ഷെ അയാള് നല്ലതാണ്. അയാള് പക്ഷെ കാണാനും അങ്ങനെ പിള്ളേർക്കൊരു എൻജോയ്മെന്റ്, പിന്നെ അതുപോലെ കളിക്കാൻ തന്നെ ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ. അതുകൊണ്ട് പക്ഷെ ഇപ്പൊ ഈ സമയം ആയതുകൊണ്ട് നമ്മളൊരു 10 മണി 12 മണിയൊക്കെ പറഞ്ഞ ഈ സമയം ആയതുകൊണ്ട് ഇങ്ങനെ വെയിലൊക്കെ പോയപ്പോ ഇങ്ങനെ ഭയങ്കരമായിട്ട് തണുത്തു. നമ്മള് 2-3 കുറച്ച് അതന്നെ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മളെല്ലാം കണ്ട് തിരിച്ച് വണ്ടിക്കകത്ത് കയറി. അപ്പൊ അവര് അവിടെ നിന്ന് ഫസ്റ്റ് തന്നെ നമുക്കൊരു ഫുഡിന്റെ ഒരു ട്രേ തരുമല്ലോ. അപ്പൊ അതില് ഓരോ ഗ്ലാസ്സിൽ ഓരോരുത്തർക്കുള്ള ഫുഡ് ഇട്ട് വെച്ചേക്കണം. അപ്പൊ അത് നമ്മൾ തീർത്തു. അവസാനം കുറച്ചുകൂടി ബാക്കിയുള്ള നമുക്ക് ആദ്യം കണ്ട ഷീപ്പിന് കൊണ്ടുപോയി കൊടുത്തു. അതുപോലെ സ്കൂപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് തിരിച്ചിറങ്ങി എല്ലാം കഴിഞ്ഞ് വരുമ്പോ നമുക്ക് empty ബക്കറ്റ്സ് ഇടാനൊരു സ്ഥലം, സ്കൂപ്സ് ഇടാൻ വേറൊരു സ്ഥലം, എന്നിട്ട് താങ്ക് യു ഒക്കെ പറഞ്ഞ ഒരു എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് മറ്റേ സോപ്പാണോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തേ? കൈ കഴുകിയോ? കൈ കഴുകാൻ സ്ഥലം ഉണ്ടായിരുന്നോ? ഓക്കെ. അപ്പം നമുക്ക് പോരാൻ നേരത്തെ ഇപ്പം മൃഗങ്ങളൊക്കെ തൊട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൈയൊക്കെ കഴുകി നമുക്ക് ക്ലീൻ ആയിട്ട് തിരിച്ചു പോരാൻ പറ്റും. അപ്പൊ ഇന്നത്തെ നമ്മൾ $64 കൊടുത്തിട്ടായാലും നമുക്കതൊരു വെർത്തായിട്ട് തോന്നി അല്ലേ? നമുക്ക് നല്ല ഹാപ്പി ആയി. 64 ഉണ്ട്. 64 ഉണ്ട്. പക്ഷെ അതിന്റെ കൂടെ പക്ഷെ എനിക്ക് തോന്നിയത് ഫുഡ് അത്രയും പോരാ. കാരണം നമ്മൾ ചെല്ലുമ്പോ എല്ലാ ഐറ്റങ്ങളും ഓടി വരാണ്. അപ്പൊ കൊടുക്കുമ്പോ പിന്നെ എല്ലാവരും വന്നിട്ട് തന്നെയായിരിക്കും. എല്ലാം നല്ല ചെനക്കുറുക്കന്മാരായിട്ടിരിക്കുന്നത്. തിന്ന് കാലത്ത് മുതൽ തിന്നണതായിരിക്കും. പിന്നെ അതിനനുസരിച്ച് പുല്ലും തിന്നണുണ്ടാവും. അപ്പം എല്ലാം ചെനക്കുറുക്കന്മാരായിട്ടിരിക്കണത്.
അപ്പൊ ഇത് ഞങ്ങള് പോയ വഴിക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്നേ അറിയില്ലായിരുന്നു. എന്നുവെച്ചാൽ ഉണ്ട്, ഫാമുകളുണ്ട്, നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്ന അറിയാം. പക്ഷെ ഇങ്ങനെ വരുന്ന വഴിയിൽ നമുക്ക് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണ്ടു ഇന്നലെ. അത് പക്ഷെ ഇന്ന് ഞങ്ങൾക്കത് ഞങ്ങള് വന്ന് പേഴ്സണലി ഞങ്ങൾ വന്ന് കണ്ടു. നല്ലൊരു സ്ഥലം, അങ്ങനെ എന്താ പറയാ, പയോറ അല്ലെ, പയോറയുടെ അടുത്ത്, പയോറയിൽ നിന്ന് പോകുന്നു നമ്മളല്ലേ. പ്രോപ്പർ സ്ഥലം എവിടെയാന്ന് നോക്കേണ്ടി വരും. നേരത്തെ ഞാൻ പറഞ്ഞു പേര്, കരഹാങ്കാക്കിയോ. അത് കറക്റ്റ് ആയിട്ട് ഞാൻ ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോ സൈഡിൽ ഇങ്ങനെ എഴുതി വെക്കാട്ടോ ഏതാ കറക്റ്റ് സ്ഥലം എന്നുള്ളത്. അപ്പൊ പറ്റാവുന്നവരൊക്കെ വന്ന്, വൈക്കാട്ടോ റീജിയനിൽ തന്നെയാണ്, പറ്റാവുന്നവരൊക്കെ വന്ന് കണ്ട പിള്ളേർക്കൊക്കെ ഒരു സന്തോഷമാവും. നമ്മളിപ്പോ എല്ലാ സ്ഥലത്തേക്കും പോകുന്നുണ്ട്, അതിൽ പക്ഷെ പിള്ളേർ ഇത്ര എൻജോയ് ചെയ്യാറില്ല എന്ന് തോന്നുന്നു അല്ലെ. നമ്മള് എല്ലാവിടെയും പോകുമ്പോ ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പോകുമ്പോഴേ പിള്ളേർ അത്രയ്ക്ക് അങ്ങോട്ട് തകർക്കാറില്ല. പക്ഷെ ഇത് പിള്ളേർക്ക് അടിപൊളി സ്ഥലം, കളിക്കാനും ഫീഡ് ചെയ്യാനും. പിന്നെ പിള്ളേര് കാണട്ടെ എങ്ങനെയൊക്കെയാണ് ഫീഡ് ചെയ്യണം, എന്താണ് മൃഗങ്ങളൊക്കെ ഒരു സംഭവം അവരും കണ്ട നല്ലതാണ്, അവർക്കും ഒരു വേറൊരു എക്സ്പീരിയൻസ് അല്ലേ. അങ്ങനെ അപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ. അടി മനസ്സേ ബൈ.